യുകെയിൽ താമസിക്കുവാനും ജോലി ചെയ്യാനും അവകാശം തെളിയിക്കുന്ന പുതിയ വിസകൾ ലഭിക്കാത്തതായി 1 മില്യണിലേറെ ജനങ്ങൾ. ഫിസിക്കൽ റെസിഡൻസ് പെർമിറ്റുകളുടെ കാലാവധി ഈ മാസം അവസാനിക്കാൻ ഇരിക്കവെയാണ് പുതിയ ഡിജിറ്റൽ രേഖ ലഭിക്കാൻ കുടിയേറ്റക്കാർ പെടാപ്പാടിപ്പെടുന്നത്. യുകെയിലെ പൗരന്മാർ അല്ലാത്തവർക്കും ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്തവർക്കും യുകെയിൽ താമസിക്കാൻ അവകാശം നൽകുന്നത് തെളിയിക്കാൻ ഫിസിക്കൽ രേഖയ്ക്ക് പകരം ഡിജിറ്റൽ വിസയിലേക്ക് മാറാനാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫിസിക്കൽ എൻട്രി വിസയും റെസിഡൻസ് പെർമിറ്റും പൂർണ്ണമായി ഡിജിറ്റലിലേക്ക് മാറ്റുന്നത്. ഏകദേശം 4 മില്യൺ ആളുകളാണ് ഫിസിക്കൽ റെസിഡൻസ് പെർമിറ്റ് കൈവശം വെക്കുന്നതെന്ന് ഹോം സെക്രട്ടറി വൈറ്റ് കൂപ്പർ പറയുന്നു. ഇവ ഡിസംബർ 31-നകം വിസയിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം. ഏകദേശം 3.1 മില്യൺ ആളുകൾക്ക് ഡിജിറ്റൽ രേഖ കയ്യിൽ കിട്ടിയെങ്കിലും ബാക്കിയുള്ളവർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ്. വിസകളിൽ നിരവധി പിശകുകൾ കടന്നുകൂടിയതാണ് പദ്ധതിക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആനുകൂല്യങ്ങൾ തെറ്റായി റദ്ദാക്കുകയോ വിദേശത്തേക്ക് പോകുകയും യുകെയിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ വിസ പ്രവർത്തിക്കുമോ തുടങ്ങിയ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഈ മാസം പുതിയ വിസ നിലവിൽ വരുമെങ്കിലും ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി ഗ്രേസ് പീരീഡ് മാർച്ച് വരെ ദീർഘിപ്പിക്കുവാൻ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.